വന്യജീവി ശല്യം തടയാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് നിലമ്പൂർ ഉച്ചകുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സരോജിനിയുടെ ബന്ധുവായ കൃഷ്ണൻ. കൽക്കുളം പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ഉച്ചകുളം നഗർ വരെ റോഡ് വെട്ടിത്തെളിക്കണമെന്നും ഉച്ചകുളം ആദിവാസി നഗറിൽ നിന്നും പ്രത്യേകമായി വാച്ചർമാരെ നിയമിക്കാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. മരിച്ച സരോജിനിയുടെ മകനാണ് കുടുംബം പോറ്റുന്നതെന്നും ഇയാൾക്കൊരു സ്ഥിരം ജോലി നൽകണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കൽക്കുളം പ്രദേശത്ത് നിന്നും ഒരു 2 കിലോമീറ്റർ വനത്തിനകത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡുണ്ട്. ഈ റോഡിൻ്റെ 2 സൈഡും കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഈ കാട് അടിയന്തരമായി വെട്ടി മാറ്റാനാണ് ഞങ്ങളെ കോളനിക്കാരുടെ ആവശ്യം. ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി, അതായത് ഫോറസ്റ്റിൽ സ്ഥിരം വാച്ചറായിട്ടൊരു ജോലി നിർബന്ധമായിട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം അവർക്കും ജീവിക്കണം, അവരുടെ മക്കൾക്കും ജീവിക്കണം. 3-4 മക്കളുള്ള കുടുംബമാണ്. കണ്ണൂർ കൊട്ടിയൂർ കണ്ടപ്പനത്ത് അജ്ഞാത ജീവിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ജീവി ഏതാണെന്ന് വനം വകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ജഡം നീക്കം ചെയ്തു. വയനാട് പുൽപ്പള്ളി അമരക്കുനി